നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. വാഹനങ്ങളുടെ മുൻസീറ്റിൽ ഇനി കുട്ടികളെ ഇരുത്തരുത്. കൂടാതെ ചൈൽഡ് സീറ്റ് നിർബന്ധമാക്കാൻ നിയമ ഭേദഗതി ചെയ്യാനും മോട്ടോർ വാഹന വകുപ്പിന് ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശം. 13 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ വാഹനങ്ങളുടെ മുൻസീറ്റിലിരുത്തി യാത്ര ചെയ്യുന്നതിനാണ് ബാലാവകാശ കമ്മീഷൻ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പിൻസീറ്റുകളെ അപേക്ഷിച്ച് മുൻസീറ്റിലിരിക്കുന്നത് അപകട സാധ്യത കൂടുതലാണെന്ന് കണ്ടാണ് നടപടി. പ്രശസ്ത വയലിനിസ്റ്റ് ബാലഭാസ്കറും മകൾ തേജസ്വിനി ബാലയും മരിച്ച സംഭവത്തെ തുടർന്ന് കമ്മീഷൻ സ്വമേധയാ എടുത്ത കേസിലാണ് നടപടി. സീറ്റ് ബെൽറ്റ് മുതിർന്നവർക്കാണ് അനുയോജ്യം. കുട്ടികളെ സംബന്ധിച്ച് പിൻസീറ്റാണ് സുരക്ഷിതം. ചൈൽഡ് സീറ്റ് ഉപയോഗിക്കുമ്പോൾ കുട്ടികൾക്ക് തരത്തിലുള്ള സീറ്റ് ബെൽറ്റുകൾ അതിൽ തന്നെ ഉണ്ടാകും. ചൈൽഡ് സീറ്റിനായി ബോധവൽക്കരണം നടത്തുന്നതിന് ഗതാഗത കമ്മീഷനും വനിതാ ശിശുവികസന വകുപ്പും മുൻകൈയെടുക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. അതേസമയം പാശ്ചാത്യ രാജ്യങ്ങളിൽ കുട്ടികളുടെ സുരക്ഷയ്ക്കായി ചൈൽഡ് സീറ്റുകൾ നിർബന്ധമാണ്. 4 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചൈൽഡ് സീറ്റ് ഉപയോഗിക്കണമെന്നതും 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ മുൻസീറ്റിലിരുത്താൻ പാടില്ലെന്നതും അവിടെ കർശന നിയമമാണ്. ഇത് പാലിക്കാത്തവരിൽ നിന്നും ഇന്ത്യൻ രൂപ അനുസരിച്ച് 7000 വരെ ഫൈൻ ഈടാക്കുന്നുണ്ട്. ടാക്സി, കാറുകളും സ്വകാര്യ വാഹനങ്ങളും അടക്കം ഇത്തരം മാനദണ്ഡങ്ങൾ പാലിച്ചാണ് നഗരത്തിൽ ഓടുന്നത്. ഇത് പാശ്ചാത്യ രാജ്യങ്ങളിലെ കാര്യങ്ങളാണ്. എന്നാൽ ഇന്ത്യൻ നിരത്തുകളിൽ ഇതൊന്നും നിയമമല്ല. അഥവാ നിയമമാണെങ്കിലും നിയമത്തിൽ വെള്ളം ചേർക്കാൻ കഴിയുന്നു. നിയമം അനുസരിക്കാൻ മടി കാട്ടുന്നവരും കുറവല്ല. നിരത്തുകളിൽ ഓരോ അപകടങ്ങളിലായി നിരവധി കുട്ടികളാണ് മരണപ്പെടുന്നത്. സീറ്റ് ബെൽറ്റ് ഉള്ളതിനാൽ മുതിർന്നവർ ചിലപ്പോഴൊക്കെ ഗുരുതര പരിക്കുകളോടെ രക്ഷപ്പെടുന്നു. എന്നാൽ കുട്ടികൾ അപകടം സംഭവിക്കുമ്പോൾ മരണത്തിലേക്ക് തന്നെ എടുത്തെറിയപ്പെടുന്നുണ്ട്. അശ്രദ്ധമായും അലക്ഷ്യമായും കുട്ടികളെ വാഹനത്തിൽ ഇരുത്തിയുള്ള യാത്രകളാണ് പലപ്പോഴും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത്. കൂടാതെ വാഹനങ്ങളുടെ അമിത വേഗത, ഓവർടേക്കിംഗ്, സീറ്റ് കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ യാത്രക്കാരുടെ മടിയിൽ കുട്ടികളെ ഇരുത്തിയുള്ള യാത്ര എന്നിവയെല്ലാം അപകടങ്ങൾക്ക് കാരണമാകുന്നു. കുട്ടികളെ മുൻസീറ്റിലിരുത്തുമ്പോൾ ഡ്രൈവർക്കുണ്ടാകാൻ സാധ്യതയുള്ള ശ്രദ്ധക്കുറവ് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നു. ഡ്രൈവിംഗ് സീറ്റിന് അടുത്തിരിക്കുന്ന യാത്രക്കാരന്റെ മടിയിലിരിക്കുന്ന കുട്ടിയെ ഇടയ്ക്കിടയ്ക്ക് കളിപ്പിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്ന ഡ്രൈവറും അപകടത്തിലേക്കാണ് ഓടിച്ചു കയറുന്നത്. ഓരോ യാത്രക്കാരിലും മരണം പതുങ്ങിയിരിക്കുന്നുണ്ട്. സൂക്ഷിക്കേണ്ടത് നമ്മളാണ്. യാത്രകൾ മരണത്തിലേക്കാകരുത്. കുട്ടികളെ മരണത്തിന് വിട്ടുകൊടുക്കാതിരിക്കുകയാണ് വേണ്ടത്. കേരളത്തിൽ ഒരു വർഷം ശരാശരി 20,000 കുട്ടികൾ മരിക്കുന്നുണ്ടെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ. വിവിധ അപകടങ്ങളിലായാണ് ഇത്. മുങ്ങിമരണം, കടലിൽ കാണാതാകൽ, കൊല ചെയ്യപ്പെടൽ, റോഡ് അപകടങ്ങൾ, രോഗം പിടിപെട്ട മരിക്കൽ, പീഡനം തുടങ്ങിയ വിവിധ ആപത്തുകളിൽപ്പെട്ടുള്ള മരണമാണ് ഇത്രയും ഭീമമാകുന്നത്. ഇതിൽ 5000 കുട്ടികളെങ്കിലും റോഡ് അപകടങ്ങളിൽ മരണപ്പെടുന്നുണ്ട്. ഇരുചക്ര വാഹന യാത്രക്കാരും കുട്ടികളോട് ഇതേ രീതിയിലുള്ള അപകട സാധ്യതയാണ് പുലർത്തുന്നത്. പിൻസീറ്റിലിരിക്കുന്നവർ ഒറ്റ കൈകൊണ്ട് കുട്ടിയെയും പിടിച്ച് മറ്റേ കൈകൊണ്ട് വാഹനത്തിനും പിടിച്ചാണ് ഓടിക്കുന്നത്. 2ഉം 3ഉം കുട്ടികളെ സീറ്റിലും പെട്രോൾ ടാങ്കിന് മുകളിലും ഇരുത്തി വാഹനം ഓടിക്കുന്നവരുമുണ്ട്. പിന്നിലിരിക്കുന്ന യാത്രക്കാരന്റെ കയ്യിലിരിക്കുന്ന കുട്ടിക്ക് ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന സ്ഥിതിയാണുള്ളത്. പെട്ടെന്ന് ബ്രേക്ക് ഇടുമ്പോഴോ വാഹനം ഇടിച്ചുണ്ടാകുന്ന അപകടത്തിലോ കുട്ടി തെറിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇരുചക്ര വാഹനങ്ങളിലെ ഇത്തരം അപകടകരമായ യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കാനും ബാലാവകാശ കമ്മീഷൻ ഇടപെടൽ നടത്തണമെന്നാണ് ആവശ്യം. കൂടാതെ ചൂട് കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ കുട്ടികളെ ഇരുചക്ര വാഹനത്തിൽ കൊണ്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.